ഞങ്ങൾക്ക് വേറെ കാര്യ അർജന്റീന ആരാധകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് സ്പെയിൻ ജയിക്കൂല എന്നൊന്നും ഞങ്ങൾ പറയുന്നൊന്നുമില്ല. ചിലപ്പോൾ സ്പെയിൻ ജയിക്കും, അതാണ് ഫുട്ബോള്. പക്ഷേ നിങ്ങളെ പോലെയല്ല, ഞങ്ങളെ ജയിക്കും, ഞങ്ങളെ 5 കപ്പുണ്ട്, 6ാമത്തെ കൊണ്ടാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വീട്ടിൽ പോയിരിക്കുക. വീട്ടിൽ പോയിരിക്കുക. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെല്ലാം ഇംഗ്ലണ്ടിന്റെ കളിയോട് കൂടി എല്ലാരെയും വായടക്കി. നമ്മളൊക്കെ ബ്രസീലിന്റെ ആരാധകരാണ്. ഞങ്ങളൊക്കെ അർജന്റീന ആരാധകരാണ്. അർജന്റീന ആരാധകനാണ്. പക്ഷെ സ്പെയിൻ ജയിക്കണമെന്നാണ് താല്പര്യം. ഞങ്ങൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളത് കൂടുതലില്ല. ബ്രസീലിന്റെ ആരാധകരും എല്ലാം അർജന്റീന ആരാധകരും ഉണ്ട്. ബ്രസീൽ ഞങ്ങളെ നിരാശപ്പെടുത്തി. ഞങ്ങളിപ്പോ സ്പെയിന്റെ കൂടെ. ഞങ്ങളെ അവസ്ഥ പറഞ്ഞാ, ഞങ്ങളിപ്പോ അർജന്റീന എന്ന് പറഞ്ഞാൽ ഒരു അർജന്റീനക്കാരാ. ഇവിടെ ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ചാല് തോറ്റ ടീമൊക്കെ സ്പെയിന്റെ കൂടെയാണ്. ഞങ്ങൾക്കത് പ്രശ്നമല്ല. സ്പെയിനിന് എന്ത് കളി കളിച്ചാലും ഞങ്ങൾക്ക് നല്ല നല്ല അന്തസ്സുള്ള ഒരു കോച്ച് ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അയാൾ സത്യസന്ധനായ ഒരു കോച്ചാ. അയാൾക്ക് ഒരു അഹംഭാവമില്ല. ടാക്ടിക്സ്, അയാളുടെ ടാക്ടിക്സ് ഒന്നും പറയാനില്ല. ഇംഗ്ലണ്ടായിട്ട് കളിച്ചപ്പോ അയാളെ കാണിച്ചു, ലോകം കണ്ടു. ഇംഗ്ലണ്ടായിട്ട് കളിച്ചപ്പോ ഞങ്ങള് കോയിൻസിഡൻസിൽ വിശ്വസിക്കുന്ന ആളാ. 2008 സ്പെയിന് വേൾഡ് കപ്പ് അടിച്ച ഒന്നാമത്തെ അതേപോലെ തന്നെയാണ് ഈ വർഷം. നമ്മള് ആദ്യത്തെ മത്സരം നോക്കിയത്, ഫസ്റ്റ് ഉദ്ഘാടന മത്സരം അല്ല, അത് മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും അതും അതേപോലെ ആയിരുന്നു. അന്നത്തെ കളിയിലും സ്പെയിന് 0-0 ആയിരുന്നു. ഈ കളിയിലും സ്പെയിന് 0-0 ഈ പ്രാവശ്യവും മറ്റേ പോർച്ചുഗല് സ്പെയിന് തോറ്റത് അന്നും അതേപോലെ തന്നെ ആയിരുന്നു. എല്ലാ കോൺഫിഡൻസിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അർജന്റീന ഫാൻസിന് ടെൻഷനൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മളൊരു അർജന്റീന ആരാധകനെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഇവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട് കേട്ടോ, ജയ്സൽ ബാബു ബിലാരി. ഞാനിവിടെ വന്നപ്പോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു അർജന്റീന ആരാധകനും കൂടിയാണ്. എന്താണ് ഇന്നത്തെ കളി? നമ്മൾ അർജന്റീന അല്ലാണ്ട് വേറെ ഈ എന്തായാലും എംപാപ്പ 2 ഗോൾ അടിച്ച് മുന്നിൽ നിൽക്കാണ്. പക്ഷെ ഇന്നത്തെ കളിയിൽ മെസ്സി 2 ഗോൾ അടിക്കും. ഗോൾ അടിക്കുന്നതോടൊപ്പം നമ്മൾ കപ്പും നേടും. അർജന്റീന കപ്പടിക്കും. എന്ത് പറഞ്ഞാലും അർജന്റീന ഭയങ്കര ആരാധകരാണ്. അല്ല, ഞാൻ ഫുട്ബോളിന്റെ ആരാധകനാണ്. ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ 2 ഉജ്ജ്വല ടീമുകൾ, 2 പ്രത്യേക സ്റ്റൈലിൽ കളിക്കുന്ന 2 ടീം. ഒന്ന് ലാറ്റിനും ഒന്ന് സ്പാനിഷ്. സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റാക്കിയാണ്. പെഡ്രി, റോഡ്രി ഇതേപോലെ പ്ലേയേഴ്സുള്ള ഒരു സ്പെയിനിനെ ശരിക്കും പറയാൻ ഒരു മുൻതൂക്കമുണ്ട്. വ്യക്തിഗത പ്രകടനങ്ങൾ മാത്രമല്ല, അർജന്റീന കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഏറ്റവും നല്ല മാച്ച് കളിച്ചിട്ട് ഫൈനൽ ചെയ്തിരിക്കുന്നു. ഈക്വൽ ആയിരിക്കും. ആരും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മാച്ച് ആവാനാ ചാൻസ്. പക്ഷെ സ്പെയിനൊരു ചെറിയ മുൻതൂക്കം. ചോദിക്കട്ടെ, നേരത്തെ കുറെ കുട്ടികൾ വന്നിട്ടേ അവർക്ക് നാളെ സ്കൂളിലൊക്കെ അവധി വേണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോ ജോലിക്ക് പോകേണ്ട കാര്യം എന്താണ്? രാവിലെ എണീച്ചിട്ട് ഇപ്പൊ ലീവ് വേണോ? ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അവധി നല്ലത്. അവധി കൊടുക്കാൻ നമുക്ക് വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകല്ലേ? അവധി കൊടുക്കാൻ വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകുന്ന ശരിക്കും ഞങ്ങളൊക്കെ എന്തായാലും ഉറക്കം കാണും. പിന്നെ ആളുകൾക്ക് ലീവ് കൊടുക്കണം അർജന്റീനന്റെ. പുറത്തിറങ്ങാൻ പറ്റില്ല. സത്യമായിട്ട് സ്കൂൾ കുട്ടികള് സ്കൂളിൽ പോയിക്കോട്ടെ, ബാക്കിയുള്ള അർജന്റീനന്റെ ഫാൻസ് ഒരു നാളെ കടന്നുറങ്ങിക്കോട്ടെ. കാരണം സങ്കടം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഇനി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഫൈനലിലെത്തിയ 2 രാജ്യങ്ങളിലൊന്നും ഞങ്ങളാക്കി. ഞങ്ങൾക്ക് വേറെ കാര്യ അർജന്റീന ആരാധകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് സ്പെയിൻ ജയിക്കൂല എന്നൊന്നും ഞങ്ങൾ പറയുന്നൊന്നുമില്ല. ചിലപ്പോൾ സ്പെയിൻ ജയിക്കും, അതാണ് ഫുട്ബോള്. പക്ഷേ നിങ്ങളെ പോലെയല്ല, ഞങ്ങളെ ജയിക്കും, ഞങ്ങളെ 5 കപ്പുണ്ട്, 6ാമത്തെ കൊണ്ടാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വീട്ടിൽ പോയിരിക്കുക. പിന്നെ ഞങ്ങളെല്ലാം ഇംഗ്ലണ്ടിന്റെ കളിയോട് കൂടി എല്ലാരെയും വായടക്കി. അതേ ഞങ്ങൾക്ക് വേണ്ടു. ഞങ്ങള് ഇംഗ്ലണ്ടിന്റെ കളിയോട് കൂടി മെസ്സിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ലോകത്ത് ഒരു രാജാവേ ഫുട്ബോളിലുള്ളൂ, അത് മെസ്സിയാണ്. തെളിയിച്ചു കഴിഞ്ഞിരിക്കും. അത് മതി ഞങ്ങൾക്ക്.